നസ്കർ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി എക്കാലത്തും വിവാദ പുരുഷനായിരുന്നു. ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിരന്തരം വാർത്തകൾ വരും. ബിനീഷ് തൻ്റെടിയായ ഒരു ചെറുപ്പക്കാരനാണ്. അതിര് കവിഞ്ഞ പാർട്ടി ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ബിനീഷ് ഒരു പോരാളി ഷാജിയുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി വന്ന് പ്രതിരോധിക്കുന്നത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലെ രാഷ്ട്രീയ ശത്രുക്കളുടെ ഇഷ്ട കഥാപാത്രമാണ്. ബിനീഷിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ലഹരി കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തത്. ഏതാണ്ട് ഒരു വർഷത്തോളമാണ് ബിനീഷ് കോടിയേരി ജയിലിൽ കിടന്നത്. അതിനുശേഷം പുറത്തിറങ്ങിയ ബിനീഷ് പഴയതുപോലെ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പ്രചരണങ്ങളിൽ സജീവമാണെങ്കിലും പാർട്ടി ബിനീഷിനെ ഔദ്യോഗികമായി അടുപ്പിച്ചില്ല. തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും ഒരു തരത്തിലും തനിക്ക് ലഹരി കച്ചവടവുമായി ബന്ധമില്ലെന്നും ബിനീഷ് കോടിയേരി മാത്രമല്ല ബിനീഷുമായി അടുപ്പമുള്ളവരും തീർത്തു പറയുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും അത് സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് ബിനീഷ് കോടിയേരിക്ക് പാർട്ടി അംഗത്വം പോലും നൽകാതിരുന്നത്. ഇന്നലെ വീണ്ടും പുതിയൊരു വാർത്ത പുറത്തേക്ക് വരുന്നു. ബിനീഷ് കോടിയേരിക്ക് പാർട്ടി അംഗത്വം കൊടുക്കണമെന്ന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ അഭ്യർത്ഥന പാർട്ടി സംസ്ഥാന നേതൃത്വം 4ാം തവണയും തള്ളി. ബിനീഷ് കോടിയേരി ചോദിക്കുന്നത് ഔദ്യോഗിക പദവികളൊന്നുമല്ല, പാർട്ടിയുടെ ഒരു സ്വാഭാവികമായ സാധാരണ അംഗത്വമാണ്. എന്നാൽ അംഗത്വം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ്ടും നിഷേധിക്കുന്നു. ഇതിന് പിന്നിൽ പിണറായിയുടെ കുടിപ്പകയാണ് എന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടവർ ആരോപിക്കുന്നു. കോടിയേരിയോ അദ്ദേഹത്തിന്റെ കുടുംബമോ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നത് അത് കേവലം പ്രാദേശിക വിഷയമാണെന്നാണ്. എന്നാൽ കോടിയേരിയുടെ ഓർമ്മ പോലും ഇല്ലാതാക്കാൻ വലിയ ഗൂഢാലോചന കഴിഞ്ഞ കുറേ കാലമായി പിണറായി വിജയൻ നടത്തുന്നു എന്ന ആരോപണം കോടിയേരിയുടെ കുടുംബങ്ങൾക്ക് ശക്തമായുണ്ട്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ബിനീഷ് കോടിയേരിയുടെ അംഗത്വം നിഷേധിക്കൽ എന്നാണ് പാർട്ടി വൃത്തങ്ങൾ തന്നെ ആരോപിക്കുന്നത്. ഒരു സ്കൂളിലെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പ്രസംഗം കണ്ട് ആകൃഷ്ടനായി പിണറായി വിജയൻ കൂടെ കൂട്ടിയതാണ് കോടിയേരി ബാലകൃഷ്ണനെ. അന്ന് മുതൽ പിണറായിയുടെ നിഴലായി പോളിറ്റ് ബ്യൂറോ വരെ എത്തി. പിണറായിയുടെ നോമിനി എന്ന നിലയിലായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആകുന്നത് പോലും. സൗമ്യനും ശാന്തശീലനുമായ കോടിയേരി CPM-നെ ഒരുമിച്ച് നിർത്തുന്ന ഘടകമായിരുന്നു. പാർട്ടി നേതാക്കളെ മാത്രമല്ല പാർട്ടിയുടെ എതിരാളികളെ പോലും സൗമ്യമായ പുഞ്ചിരിയോടെ ചേർത്ത് പിടിച്ച് കോടിയേരി കയ്യടി നേടി. പക്ഷെ അതിനിടയിൽ ലാവ്ലിൻ കേസുണ്ടാവുകയും പിണറായിക്ക് പുറത്തു പോവേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ പിണറായിക്ക് പകരം കോടിയേരി ബാലകൃഷ്ണൻ മുഖ്യമന്ത്രി ആയേക്കും എന്ന വാർത്തകൾ പുറത്തു വന്നതോടെ പിണറായിക്ക് അസ്വസ്ഥതയും ആശങ്കയുമായി. അന്നു മുതൽ കോടിയേരിയെ പിണറായി വിജയൻ സംശയത്തോടെ വീക്ഷിക്കുന്നെന്നും കോടിയേരിയെ ഒതുക്കാവുന്നത്രയും ഒതുക്കി അത്തരം അവകാശവാദങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ചു എന്നുമാണ് അടുപ്പക്കാർ ഇപ്പോൾ ആരോപിക്കുന്നത്. കോടിയേരി ഒതുക്കുന്നതിന്റെ ഭാഗമായാണ് മക്കളെ കള്ളക്കേസിൽ കുടുക്കിയത് എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് ഇപ്പോഴും പാർട്ടി വൃത്തങ്ങളിൽ. ഇതിന്റെ തുടർച്ചയായിരുന്നു പാർട്ടി എതിർത്ത് പുറത്തുപോയ KT ഗോവിന്ദൻ എന്ന പാർട്ടിയുടെ ജില്ലയിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തുന്നതും കോടിയേരിയുടെ ഭാര്യ സ്വീകരിച്ച് ആനയിക്കുന്നതും. അതെൻ്റെ അഭിപ്രായമാണ്, എൻ്റെ നിലപാടാണ് എന്ന് പറഞ്ഞ് പാർട്ടി ഇടപെടലിനെ തള്ളിപ്പറഞ്ഞു. ഇതിനിടയിൽ കോടിയേരിയുടെ ഭാര്യയോട് ചില പ്രമുഖരായ പാർട്ടി പ്രവർത്തകർ തന്നെ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട്. കോടിയേരിയുടെ മകനെ ബിനീഷിനെ ബോധപൂർവം പിണറായി കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്ന സുപ്രധാനമായ വിവരം. അതിന് തെളിവുകളൊക്കെ കോടിയേരിയുടെ ഭാര്യയുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ലഭിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇതിൻ്റെയൊക്കെ തുടർച്ചയായി പിണറായി വിജയന് വലിയ തിരിച്ചടി കിട്ടിയപ്പോൾ പിണറായി യുഗം അവസാനിച്ചെന്നും പാർട്ടിയെ പുതിയ നേതൃത്വം ഏറ്റെടുത്ത് ശരിയാക്കുമെന്നും വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകിയിരുന്നു. പിണറായിക്കെതിരെ വോട്ട് ചെയ്ത് പാർട്ടിക്കാർ തന്നെ പുറത്താക്കിയത് പാർട്ടിയെ വീണ്ടെടുക്കാനായിരുന്നു. പകരം P രാജീവും M സ്വരാജും MP രാജേഷും ബാലഗോപാലും അടങ്ങുന്ന ഒരു 2ാം നിര നേതൃത്വം ശക്തമായി ഉയർന്നു വരികയും പാർട്ടിയെ നവീകരിച്ചു കൊണ്ടുവരാൻ നീക്കം നടത്തുകയും ചെയ്തു. ആ വികാരം പാർട്ടിയിൽ ശക്തിപ്പെട്ടു. പാർട്ടിയെ രക്ഷിച്ചെടുക്കണമെങ്കിൽ പിണറായി മാറി നിൽക്കണം, ബാലഗോപാൽ പ്രതിപക്ഷ നേതാവാകണം, M സ്വരാജോ MP രാജേഷോ P രാജീവോ ഇവരിൽ ഒരാൾ പാർട്ടി സെക്രട്ടറി ആവണം, പുതിയതായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നവീകരിക്കണം. ഇത്തരത്തിൽ പല നിർദ്ദേശങ്ങളും പലയിടത്തും ഉയർന്നു വന്നു. ഈ വികാരമാണ് പൊതുവെ പാർട്ടി പ്രവർത്തകർക്കിടയിലും ജില്ലാ നേതൃത്വത്തിലുമുള്ളത്. എന്നാൽ പിണറായി ഒറ്റയടിക്ക് തനിക്ക് പോളിറ്റ് ബ്യൂറോയിലുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ച് അത് വെട്ടിക്കളഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ കൊണ്ട് പിണറായിയുടെ പേര് മാത്രം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ശുപാർശ ചെയ്യിപ്പിച്ചു. ഇതിൻ്റെ ഒരു അസ്വസ്ഥതയാണ് ഇപ്പോൾ പുകഞ്ഞു വരുന്നത്. CPM-ന്റെ ബദ്ധശത്രുവായിരുന്ന MV രാഘവന്റെ മകനെ പോലും പാർട്ടിയിൽ ഉൾക്കൊള്ളിക്കുകയും ഉത്തരവാദിത്തപ്പെട്ട പദവികൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ്
കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ മാത്രം അകറ്റി നിർത്തുന്നത് എന്ന സുപ്രധാനമായ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കോടിയേരിയുടെ ഭാര്യ അസ്വസ്ഥതയോടെ ഈ പ്രതിസന്ധിയെക്കുറിച്ച് പലരോടും സംസാരിച്ചതിന്റെ ശബ്ദരേഖകൾ പോലും ചിലരുടെ കയ്യിലുണ്ട് എന്നാണ് സൂചന. പിണറായി വിജയന്റെ കുടുംബം മുടിഞ്ഞു പോകും, ആ ദുഷ്ടത്തരത്തിനൊക്കെ മറുപടി പറഞ്ഞ് മടങ്ങൂ എന്ന് കോടിയേരിയുടെ ഭാര്യ പാർട്ടിയുടെ അടുപ്പക്കാരിൽ പലരോടും പറഞ്ഞതായി പാർട്ടി വൃത്തങ്ങൾ തന്നെ സൂചന നൽകുന്നു. കോടിയേരി എന്ന വികാരത്തെ ഇല്ലാതാക്കാൻ പിണറായി ബോധപൂർവം ശ്രമിച്ചു എന്ന ആരോപണമാണ് എപ്പോഴുമുള്ളത്. കോടിയേരി രോഗബാധിതനായി മരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് എത്തിച്ച് AKG സെന്ററിൽ അന്ത്യദർശനം നടത്തി അവിടെ നിന്നും കണ്ണൂരിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകണമെന്നായിരുന്നു കുടുംബത്തിന്റെയും പാർട്ടിയുടെയും ആഗ്രഹം. എന്നാൽ നേരെ കണ്ണൂരിൽ എത്തിച്ച് 2 ദിവസത്തിനകം ചടങ്ങുകൾ നടത്തി പിണറായി തടി തപ്പിയത് പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോവേണ്ടതുള്ളത് കൊണ്ടാണ് എന്നത് കുടുംബാംഗങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്. അടിമുടി പാർട്ടിക്ക് വേണ്ടി ജീവിച്ച കോടിയേരി മരിച്ചപ്പോൾ പോലും അപമാനിച്ചു എന്നാണ് കോടിയേരിയുടെ കുടുംബത്തിന്റെ വേദന. ആ വേദന വരും ദിവസങ്ങളിൽ പൊട്ടിത്തെറിയായി വെളിയിലേക്ക് വരുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുണ്ട്. കോടിയേരിയുടെ മകനെ പാർട്ടി അംഗത്വം കൊടുക്കാൻ വിസമ്മതിക്കുന്നതും ഈ പകവീട്ടലിന്റെ ഭാഗമാണെന്നും പാർട്ടി വീണ്ടെടുക്കണമെങ്കിൽ ഇത്തരം നെറികേടിനെതിരെ ശബ്ദമുയർത്തണമെന്നും 2ാം നിര നേതൃത്വം അധികാരത്തിലേക്ക് വരണമെന്നും വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകി വരുന്നു. വളരെ സൂക്ഷ്മമായി മാത്രം സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പുറത്താക്കപ്പെട്ട യുവ കോൺഗ്രസ് നേതാവ് ഈ വിഷയത്തിൽ ഒരു പോസ്റ്റ് ഇട്ടത് തന്നെ ഈ വിഷയത്തിൻ്റെ രാഷ്ട്രീയ വ്യാപ്തി വ്യക്തമാക്കുന്നു. മാങ്കൂട്ടത്തിൽ ഇങ്ങനെ എഴുതി: ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മകനും മുൻ SFI നേതാവുമായ ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പുതുക്കി നൽകേണ്ടതില്ല എന്ന ശ്രീ MV ഗോവിന്ദന്റെ തീരുമാനം ഏറെ കൗതുകത്തോടെയാണ് വായിച്ചത്. പിണറായി വിജയൻ ലക്ഷണമൊത്ത ഒരു ഏകഛത്രാധിപതിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അയാൾ രാഷ്ട്രീയ ഫാസിസം ആദ്യം പരീക്ഷിച്ചത് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലല്ല, അതിനു മുൻപ് സ്വന്തം പാർട്ടിയിലാണ്. വിജയനോളം വരുന്ന നാളെ ഒരു വെല്ലുവിളിയാകാവുന്ന മുഴുവൻ നേതാക്കളുടെയും തലകൾ കൊയ്തിട്ടാണ് അദ്ദേഹം ഈ പദവിയിൽ ഇപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ തോറ്റു തുന്നം പാടിയിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ കുറച്ചൊരു ചോദ്യം പോലും ചോദിക്കാൻ ഒരാൾക്കും ആ പാർട്ടിയിൽ ധൈര്യമില്ലാതെ പോകുന്നത്. പിണറായി വിജയൻ്റെ ഫാസിസ്റ്റ് കത്തിക്കിരയായ നിരവധി നേതാക്കന്മാർ കണ്ണൂർ ജില്ലയിലും പുറത്തുമായി CPM-ലുണ്ട്. അതിലാരോടെങ്കിലും പ്രത്യേകിച്ച് രാഷ്ട്രീയ മമതയോ താല്പര്യമോ ഇല്ലാത്തതുകൊണ്ട് ആരുടെയും പേരുകളിലേക്ക് കടക്കുന്നില്ല. ആ പേരുകളിൽ ഏറ്റവും പ്രമുഖനാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. CPM-ന്റെ അണികൾക്ക് ഏറെ ആവേശം നൽകിയ നേതാവിൻ്റെ അപ്രതീക്ഷിതവും അകാലത്തിലുള്ളതുമായ മരണം വളരെ ഞെട്ടലോടെയാണ് ഈ പാർട്ടിയും പൊതുസമൂഹവും നോക്കിക്കണ്ടത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഇല്ല മരിച്ചിട്ടില്ല, കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചിട്ടില്ല എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള ഒരു വിലാപയാത്ര CPM-ന് അണികൾ ഏറെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അങ്ങനൊരു വിലാപയാത്ര കോടിയേരി ബാലകൃഷ്ണൻ കൊടുക്കേണ്ടതില്ല, മരിച്ചിട്ട് പോലും ആ ഖ്യാതി കൊടുക്കേണ്ട എന്ന രാഷ്ട്രീയ തീരുമാനം വന്നത് എവിടെ നിന്നാണെന്ന് അറിയില്ല. വളരെ തിടുക്കത്തിൽ അപകടമരണം സംഭവിക്കുന്ന ആളുകളെ പെട്ടെന്ന് അടക്കം ചെയ്യുന്നത് പോലെ ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ വിലാപയാത്ര പോലും ഇല്ലാതെ അവസാന യാത്ര അവസാനിപ്പിച്ചു. അതിനുശേഷം നമ്മൾ കാണുന്നത് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഉറ്റ സുഹൃത്തെന്ന് നമ്മൾ കരുതിയിരുന്ന പിണറായി വിജയൻ കുടുംബത്തോടൊപ്പം വിദേശത്ത് ടൂർ പോകുന്നതാണ്. ചിതയിൽ നിന്നുള്ള തീ കെടുന്നതിന് മുൻപ് കണ്ട കാഴ്ച ഒരു കനലായി പല CPM അണികളുടെയും മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് തളിപ്പറമ്പും പയ്യന്നൂരും പോലെയുള്ള പാർട്ടി കോട്ടകളിൽ ഇത്തവണ വിള്ളൽ വീണത് എന്നുറപ്പാണ്. ഇപ്പോഴിതാ കോടിയേരി ബാലകൃഷ്ണൻ മകന് പാർട്ടി അംഗത്വം പുതുക്കി നൽകേണ്ടതില്ല എന്ന് പറയുന്നു. കേസുള്ളതിൻ്റെ പേരിലാണ് അങ്ങനെ ചെയ്തത് എന്ന് CPM പോലൊരു പാർട്ടിയെപ്പറ്റി നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഒരാളെ കൊന്നതിന് ശേഷം കലാപത്തിന് തിരികൊളുത്തിയ കാരായ രാജനെ ഈ നിയമസഭയിലേക്ക് പറഞ്ഞയച്ച പാർട്ടി കേസൊന്നും ഒരു വിഷയമാണെന്ന് വിചാരിക്കുന്നില്ല. ബിനീഷ് കോടിയേരി നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളോടെ ഒരു തരത്തിലും യോജിപ്പില്ല. പക്ഷേ ബിനീഷ് കോടിയേരിക്ക് അംഗത്വം പുതുക്കി നൽകാത്തത് കേസ് കൊണ്ടല്ല, പേരിന് പിന്നിലെ കോടിയേരി കൊണ്ടാണ്. ഇതേ കൊള്ളരുതായ്മകൾ വിജയൻ്റെ മകൻ കാണിച്ചാൽ മാസപ്പടി ഉറപ്പ്. ബിനീഷ് കോടിയേരിയുടെ അംഗത്വം പുതുക്കി നൽകേണ്ടതില്ല എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന് ഭാര്യയെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാം. ജനവും പാർട്ടിക്കാരും തോൽപ്പിച്ചിട്ടും തിരുത്തൽ വരുത്താൻ തയ്യാറാകാതിരിക്കാം. വിജയൻ്റെയും വിജയൻ സേനയുടെയും കുടുംബാധിപത്യം തുടരട്ടെ, ബിനീഷ് കോടിയേരി പുറത്തു നിൽക്കട്ടെ. ഈ പോസ്റ്റിൻ്റെ പിന്നിലെ രാഷ്ട്രീയം ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ വരും ദിനങ്ങളിൽ CPM-ന്റെ വേരിനെ ദുർബലമാക്കുന്ന തരത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പിണറായി വിജയൻ എങ്ങനെ വഞ്ചിച്ചു എന്നത് ചർച്ചയാകുമെന്ന് തീർച്ച. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികൾ നടക്കുന്ന മുഴുവൻ ചർച്ചകളും പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് എതിരായതുകൊണ്ട് അത്തരം ചർച്ചകൾ വിലക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ചർച്ചകൾ വിലക്കിയതോടെ പലരും ചർച്ച ബഹിഷ്കരിക്കുന്നു. എന്നാൽ പാർട്ടിയുടെ ജില്ലാതലത്തിൽ രൂപപ്പെട്ട ഈ അസ്വസ്ഥത താഴത്തെ തട്ടിലേക്ക് പരക്കുമെന്നും പിണറായിയും ഗോവിന്ദനും അടക്കമുള്ളവർ പുറത്തു പോവേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നും
നവനേതൃത്വം രംഗത്ത് വരുമെന്നും വിശ്വസിക്കുന്നവർ ഏറെയാണ്. എന്തായാലും CPM-ലെ കലാപം കെട്ടടങ്ങിയിട്ടില്ല. തൽക്കാലം ശാന്തമായി പുറത്ത് കാണുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളും പുറത്തു വരും. കോടിയേരിയുടെ ഓർമ്മകൾ പോലും ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന്റെ മൃതദേഹത്തെ പോലും അപമാനിച്ച് പിണറായി ഇതിനൊക്കെ മറുപടി പറഞ്ഞ് മടങ്ങൂ എന്ന് വിശ്വസിക്കുകയാണ് കോടിയേരി ഇഷ്ടപ്പെടുന്ന പാർട്ടി സഖാക്കൾ മുഴുവൻ.